ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജിൽസ മാർത്ത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം നമ്മൾ ഫേസ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ലാക്ടോ കലാമിൻ്റെ ഫേസ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ടോണറാണ്. ഓക്കെ, ഫസ്റ്റ് ടോണറാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടീ ട്രീ ആൻഡ് സാലിസിലിക് ആസിഡിൻ്റെ ഒരു ഫേസ് റൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതാണ് പോൺസിൻ്റെ ഈ ജെൽ മോയ്സ്ചറൈസർ. നല്ലൊരു മോയ്സ്ചറൈസറുണ്ട്. ഹൈറലോണിക് ആസിഡിൻ്റെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഫേസിലേക്ക് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടും. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഇടാൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇട്ടു. ഇത് മേക്കപ്പ് അല്ല, ദിസ് ഇസ് ദ സ്കിൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയൂലേ, അപ്പോൾ അതാണ്. ഇനി ഇതൊന്ന് ഇതായി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫസ്റ്റ്ലി സൺസ്ക്രീനും കൂടി ഇട്ടേക്കാം. സൺസ്ക്രീൻ വേണമല്ലോ, നമ്മളിപ്പോൾ രാവിലെ ആണല്ലോ. ഡോട്ട്&ഗിയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. കുഴപ്പമില്ലാത്ത നല്ല സൺസ്ക്രീനാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് തിങ് ഈസ് പ്രൈമർ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണത് ഇൻസൈറ്റിൻ്റെ 3-in-1 പ്രൈമർ. കുഴപ്പമില്ല, എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, അപ്പോൾ അതിന് നല്ലത്. അപ്പം കുഴപ്പമില്ലാത്തൊരു പ്രൈമറാണ് കേട്ടോ. പ്രൈമർ ഇങ്ങനെ ഇത് ചെയ്യുക, പോസൊക്കെ അടയും. പ്രൈമർ ഞാൻ പണ്ട് മേക്കപ്പ് ഇടുമ്പോൾ പ്രൈമർ ഇടില്ലായിരുന്നു. കാരണം എന്തിനാണ്, ജസ്റ്റ് ഫൗണ്ടേഷൻ ഇടുക, അത്രമാത്രം ഇടുകയുള്ളായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇതൊക്കെ ഇട്ടാൽ ഇതൊക്കെ ഫേസിൽ തന്നെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം പാടും ഇതൊക്കെ പുറത്തോട്ട് വരുമെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അത്രയും കഴിഞ്ഞല്ലോ. ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിൽ കുറേ പാടുണ്ട്. ഇതെല്ലാം ഞാൻ സെൽഫ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മാന്തി ക്രിയേറ്റ് ചെയ്ത പാടാണ്. പിന്നെ അത് കുരു വരുമ്പോഴേക്കും പൊട്ടിക്കും, അപ്പം അങ്ങനെ ആയത്. പിന്നെ അതുകൂടാതെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കുറേ പരിപാടി നോക്കി, പിന്നെയാണ് അവസാനം മനസ്സിലായത് ഒരു ഓറഞ്ച് കളർ കറക്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. അപ്പോൾ കാരണം ഓറഞ്ച് കളർ കറക്റ്റർ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതാണ് ഫോറെവർ കാണുന്നുണ്ടോ, ഫോറെവർ 52ൻ്റെ ഓറഞ്ച് കളർ കറക്റ്റർ. നല്ലൊരു കളർ കറക്റ്ററാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. നല്ലോണം വേണ്ട സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം എനിക്കവിടെ ഫേഷ്യലേഴ്സ് വരുമായിരുന്നു. അപ്പം ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാനവിടെ എന്നെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം എൻ്റെ മറുകും, ഒരെണ്ണം എൻ്റെ പാടുമാണ്. ഇതിനകത്ത് ഏതാണ്? ഇത് പാടും, ഇത് മറുകും. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ കൺസീലറും നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ കൺസീലർ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൺസീലർ ബ്രഷ് കൊണ്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ ഉണ്ടോ കൺസീലർ ബ്രഷ് ഉണ്ടോ, ഞാൻ യൂസ് ചെയ്തിട്ട് വെച്ചേക്കണേന്. അപ്പോൾ ഓക്കെ, സീരിയസ്ലി മേക്കപ്പ് എന്ന് പറയുന്ന സാധനം ടൈം എടുത്ത് ചെയ്താൽ വൃത്തിയായിട്ടിരിക്കും. പെട്ടെന്ന് ചെയ്താൽ അതൊന്നും നടക്കില്ല. പിന്നെ എല്ലാ സമയത്തും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാറുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, സമയമില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ശരിക്കും ആകെ എൻ്റെ കയ്യിൽ പണ്ട് ഉണ്ടായിരുന്നത് ആകെ ഒരു ഫൗണ്ടേഷനും ഒരു കോമ്പാക്ട് പൗഡറും മാത്രമായിരുന്നു. ഇപ്പോഴാണ് ആർഭാടങ്ങളൊക്കെ ആയത്. പിന്നെ പക്ഷേ പ്രൈമറും വേണം, പിന്നെ ബ്ലഷ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇത്രയൊക്കെയാണ്. ഇതിപ്പോൾ കൺസീലർ ഇത്രയും ചെയ്തു. ഇനി
ഒന്നില്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടും മറ്റേ മറ്റേ കൺസീലറും കൊണ്ട് കൺസീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ആദ്യമേ കൺസീൽ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാം. ഞാനെന്നാൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടും കൺസീൽ ചെയ്യാമെന്ന് ഓർക്കുന്നു. യെസ്, എൻ്റെ മെബിലിൻ 330 ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. അപ്പം അതിൻ്റെ ചെറിയൊരു ഇതിലും കിട്ടോട്ടെ. ഞാൻ ഇപ്പോഴാണ് വലുതിലോട്ടായത്. അപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് ഇടുന്നുണ്ട്, അപ്പം അതുകൊണ്ട് വലുതിലോട്ടായി. നിങ്ങൾ ഏറ്റവും നല്ലത് ഏതെങ്കിലും നല്ല കടയിൽ പോയി നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഫൗണ്ടേഷൻ എന്നുള്ള പരിപാടി. കാരണം കറക്റ്റ് ഷെയ്ഡ് കിട്ടിയാൽ അടിപൊളിയാണ് സംഭവം. അപ്പം അല്ലാതെ നമ്മൾ ഓൺലൈനൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഷെയ്ഡ് കിട്ടണമെന്നില്ല. അത് നമ്മൾ എവിടെയെങ്കിലും പോകാൻ ട്രൈ ചെയ്യുക. ഇത് ഫൗണ്ടേഷൻ്റെ ബ്രഷ് ഞാൻ കയ്യിലാണ് ഇടണം, എനിക്കതാണ് ഇഷ്ടം. കാരണം അങ്ങനെ നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വേറെ പിന്നെ എൻ്റെ ഒരു ഷുഗറിൻ്റെ ഉണ്ട് കേട്ടോ. ഷുഗറിൻ്റെ ഒരു ഫൗണ്ടേഷൻ കൂടെ ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ കറക്റ്റ് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. മൈ ഗോഡ്, എൻ്റെ മറുപടി മഞ്ഞുവേ. വേണ്ടെങ്കിൽ പോട്ടെ. എനിക്ക് ക്യാമറ നോക്കി മേക്കപ്പ് ഇടാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലൊരു കണ്ണാടി ഉണ്ട്, അപ്പോൾ അത് നോക്കിയാണ് ഇടുന്നത്. ഇപ്പോൾ തോന്നും ഞാൻ പുട്ടിയിൽ വാങ്ങിയേക്കണ പോലെ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം ടു ഹൈഡ് മൈ ഇൻസെക്യൂരിറ്റീസ്. എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റീസാണ് മുഖത്തെ ഈ പാടുകൾ. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ഫൗണ്ടേഷൻ ഇടും. അത്ര മതി, തന്നെ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് മൈ ബേസ്. ഇനിയിപ്പം എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ഈ പാടൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുക, ഇത് തന്നെ മെബിലിൻ്റെ തന്നെ ഉണ്ടോ, എനിക്ക് മെബിലിൻ്റെ തന്നെ ഫിറ്റ്മിയുടെ കാണുന്നുണ്ടോ, ഫിറ്റ്മിയുടെ കൺസീലർ ഉണ്ട് കേട്ടോ. എൻ്റെ ഷെയ്ഡ് 50 ആണ്. ഇത് ഞാൻ പോയി നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഞാൻ കൺസീലർ ഓൺലൈനൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റായില്ല, വേറെ കളറൊക്കെ വന്നില്ലെങ്കിൽ ലൈറ്റായി പോകും, അല്ലെങ്കിൽ ഡാർക്കായി പോകും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഈ സംഭവങ്ങൾ. ഷെയ്ഡ് മാച്ച് നിങ്ങൾക്ക് കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ചോ, ഒരു പ്രശ്നമില്ല. അല്ലാതെ ഊഹിച്ചിട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനം അത്ര സെറ്റാവണമെന്നില്ല. ചിലവർ ഫൗണ്ടേഷൻ ഇടാതെ ആകെ കൺസീലർ മാത്രം ഇട്ടിട്ട് നടക്കണവരുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ ജസ്റ്റ് ഒരു വെറുതെ പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു കൺസീലറിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ഡാർക്ക് സർക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഹൈഡ് ചെയ്തിട്ടും ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ മേക്കപ്പായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് മൈ ഫേവറേറ്റ് തിങ്, മൈ ബ്ലഷ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി സ്വിസ് ബ്യൂട്ടി ഇടണ്ട, അധികം കോസ്റ്റ്ലി ഒന്നുമല്ല. ഞാനിതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. കൺസീലറിന് മറ്റേ കളർ കറക്റ്ററിന് കുറച്ചായി, എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബിഗിനേഴ്സിനൊക്കെ ഓക്കെ അഫോർഡബിൾ ആവുമായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും, അത്രയും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറേ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഇത് രണ്ടും മാത്രം മതി. ഒരു നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു കൺസീലർ, പിന്നെ നല്ലൊരു ബ്ലഷ്, രണ്ട് സാധനം ഉണ്ടെങ്കിലേ വേറെ ഒന്നും വേണ്ട. ബ്ലഷ് ഇട്ടാൽ തന്നെ ഇല്ലേ ഒടുക്കത്തെ ഭംഗി തോന്നും. പക്ഷെ ഇപ്പോൾ കുറച്ച് ബ്ലഷ് കൊടുക്കട്ടോ ഈ സൈഡിൽ. ഇത് പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ബ്ലഷൊക്കെ എന്ത് മങ്ങത്തിലിട്ടാലും ഉടനെ പോകും. കാരണം ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് പോയിക്കോളും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഐ. അല്ല, അതിന് മുമ്പ് ഹൈലൈറ്റർ ഇടണം കേട്ടോ. വേണമെങ്കിൽ അത് ഇതൊക്കെ ഒരു കല്യാണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ
അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ചെയ്ത് ഞാനും പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയാവുന്ന പോലെയൊക്കെ ഉണ്ടോ ഞാനിടുന്നത്, ഒന്നും പ്രത്യേകിച്ച് അറിയില്ല. പിന്നെ ഇതൊക്കെ ഇട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കും അവനവനെ കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ തോന്നും. അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താ പറയുക, സെൽഫായിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്തൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലേ, അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് കണ്ണിൻ്റെ നോക്കാം. അതിന് മുമ്പ് ഐബ്രോ ചെയ്താലോ? നമുക്ക് ഐബ്രോ ചെയ്യാം. തിങ് ഇസ് ദാറ്റ് ഐ ഹാവ് വെരി ഗുഡ് കട്ടിയുള്ള ഐബ്രോ. അതുകൊണ്ട് വരച്ചു കഴിഞ്ഞ ആൾക്കാരൊക്കെ എന്തിനാണ് വരക്കണേന്ന്, പക്ഷെ എന്നാലും വരക്കെ ഞാൻ ഈ പ്രാവശ്യം ത്രെഡ് ചെയ്തിട്ടില്ല, തന്നെത്താനെ ചെയ്തതാണ്. അപ്പോൾ കാരണം അത്ര പെർഫെക്റ്റ് അല്ല എൻ്റെ ഐബ്രോ. പിന്നെ അടുത്ത മിസ്റ്റേക്ക്, എൻ്റെ 2 ഐബ്രോ 2 ലെവലിലാണ് നിൽക്കണത്. ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴ്ത്തും എന്ന് പറഞ്ഞാൽ ഇതിന് കയറി ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഓക്കെ. ഇത് സാധാരണ ഒരു സാധനമുണ്ട്, അത്ര ഒന്നും വലിയ ഇത് കോസ്റ്റൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അത് 10-70 രൂപയൊക്കെ കിട്ടും. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനി എന്താ ഉള്ള, ഇനി കണ്ണിന് ഐ ഷാഡോ പാലറ്റ്. ദിസ് ഇസ് മൈ ഐ ഷാഡോ പാലറ്റ് ഫ്രം മാസിൻ്റെ ദില്ലി. വെറുതെ വാങ്ങിച്ചു വെച്ചതോ, നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചതോ. അപ്പം നമുക്ക് ഐ ഷാഡോയുടെ ബ്രഷ് എടുക്കാം. ബ്രഷ് എടുത്ത് എന്നിട്ട് എൻ്റെ പച്ച ഉണ്ടല്ലേ, ആകെ 3-4 ഉള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഒരു ഈ ഒരു കളർ എടുക്കുക. ശരിക്കും എനിക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷാഡോ ഇടാനാണ്. കാരണം ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഐ ഷാഡോ ഇട്ട് കൊടുത്തു, സ്മോക്കി ഐസ് എന്നും പറഞ്ഞ് ഇട്ട് കൊടുത്തത്. പക്ഷേ പ്രേതത്തിനെ പോലെ ഉണ്ട്, പ്രേതമല്ല വേറെ എന്തോ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കണമെന്നുള്ളൊരു സംഭവം ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് പഠിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം എനിക്ക് ഞാൻ അറിയാവുന്ന പോലെയൊക്കെ ഇടാം. കൂടിപ്പോയാ കുറച്ച് നേരം കഴിയുമ്പോൾ മാറ്റാം. കുറച്ച് ഷിമ്മറി സാധനം ഇട്ടാലോ, ഇതിടാം. ഈ സാധനം തിളങ്ങട്ടെ. ഓക്കെ, അടുത്ത് ആസ് യൂഷ്വൽ ലാക്മിയുടെ ഐക്കണിക് കൾച്ചർ. അടിപൊളിയാണ്. എൻ്റെ കാശ് നിർത്തി ഇവിടെ ഉള്ളിലാണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ എഴുതണത്. നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയാൻ പാടില്ല. നമുക്ക് ഐലൈനറും കൂടെ എഴുതാം. കൊളെ വേണ്ടായിരുന്നു, മര്യാദക്ക് കണ്ണാടി ഒക്കെ എഴുതിയാൽ മതി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മൾ ക്യാമറ നോക്കി എഴുതാനറിയാൻ പാടില്ലാത്തവരെങ്ങനെ എഴുതരുത്. ഓക്കെ, ഞാൻ 2 കണ്ണിൽ എഴുതിയിട്ടും വരാം. കണ്ണാടി പോയി നോക്കിയപ്പോഴാണ് എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ടാസ്ക് ആണ്. ഇവിടെയും ഇല്ല എന്തൊക്കെയോ, പിന്നെ എന്തൊക്കെയൊക്കെ അത്രയൊക്കെ മതി. ഇനി
ഇനി അടുത്തത് മാസിൻ്റെ മസ്കാര ഉണ്ടോ. ഈ മാസിൻ്റെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, മേ ബി അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയതുകൊണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കണമെന്ന് അറിയാൻ പാടില്ല. ഇത് ഞാൻ പറയാൻ മറന്നത്, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഉണ്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ മാസമൊന്നുമല്ലേ, ഞാൻ നോക്കിയൊരു ലിപ്സ്റ്റിക്ക് കാണുന്നില്ല, കുറേ തപ്പി കിട്ടിയില്ല. ഇത് ഷെയ്ഡ് പവർഫുൾ എന്നുണ്ടോ, പവർഫുൾ ഷെയ്ഡ് നമ്പർ 08 ക്രയോണാണ്. എനിക്കറിച്ചിങ്ങനെ വൈൻ കളേഴ്സ്, റെഡിനേക്കാളും ഇഷ്ടം വൈൻ കളേഴ്സാണ്. കുറച്ച് ഡസ്കി ടോണല്ലേ, കാരണം വൈൻ കളേഴ്സ് നല്ല ശരിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പണ്ടേ അറിയാൻ പാടില്ലായിരുന്നു, പണ്ടെന്ന് പറഞ്ഞാൽ കുറേ കൊല്ലം മുമ്പ് ഈ ഇതിലൊക്കെ കാണുമ്പോഴേക്കും എന്താ പറയുക, ഏതൊക്കെ പണ്ട് മറ്റേ ബോഡി ഗാർഡൊക്കെ ഇറങ്ങിയ സമയത്ത് നയൻതാര ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടും. അപ്പോൾ അത് കണ്ട് എൻ്റെ ചേച്ചി ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ആ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടും. പിന്നെയാണ് മനസ്സിലായത് ന്യൂഡ് ഇട്ടിട്ട് ഒരുമാതിരി. അപ്പോൾ ഞാൻ ആലോചിക്കും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് മെനയെ മനിലല്ല എന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആലോചിക്കും. പിന്നെയാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, ന്യൂഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകുള്ളൂ, ടോൺ ഡാർക്ക് അയക്കണവർക്ക് അലമ്പാണെന്നുള്ള സത്യം ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഇത് അടുത്ത മാസിൻ്റെ തന്നെ വേറെ, ഇത് മാസിൻ്റെ തന്നെ ഏതാണ് ഷെയ്ഡ്, സ്പൈസ്ഡ് ബ്രൗൺ എന്നും പറഞ്ഞുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് കുറച്ച് ഇത് ബ്രൗൺസ്, ഇങ്ങനത്തെ ബ്രൗൺസ് ഇഷ്ടമുണ്ടോ, കുഴപ്പമില്ല. അപ്പം ഞാൻ ഫുള്ള് ബ്രൗൺ ആയിട്ട് ഇടില്ല, ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ കളറൊന്ന് നോട്ടിലാക്കാൻ വേണ്ടി ആ ഒരു ബ്രൗണും അല്ല എന്നാൽ വൈൻ കളറും അല്ലാത്തൊരു കളർ കിട്ടൂലേ. ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിടണം, കുഴപ്പമില്ല. പല്ലേലായില്ലല്ലോ, സാധാരണ പല്ലേലൊക്കെ ആവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇടാനുണ്ടോ? ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, മേക്കപ്പ് ഫിക്സർ. തെറ്റില്ലെങ്കിൽ ഒരു കാര്യത്തിനും കൊള്ളൂല. അതിനിടയിൽ ഞാൻ മുടിയും സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ്, ജസ്റ്റ് സ്ലൈഡ് ഇനിയും കുത്തണം. ഇത്രയുള്ള എൻ്റെ ലുക്ക്. പിന്നെ ഞാൻ കമ്മലമാല കൂരി, ചിലപ്പോൾ ഞാൻ മാലയിടും. ഇപ്പം ഞാൻ എന്തായാലും ഈ കമ്മലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടെക്കൊള്ളാലേ. ഓക്കെ, ഇനി പൊട്ട്, കുറേ കളർ പൊട്ടുണ്ട്, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടേക്കണേ. മതിയാവായിരിക്കും. വെള്ളം, ഈ വെള്ളം അതേപോലെ ഗോൾഡൻ ഇടണോ വേണ്ടെന്ന് തന്നെ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇട്ടേക്കാം. ഇത്രയാണ്. ഇത് ഓൾറെഡി വള ഞാൻ ഊരാറില്ല. ഇതാണ് പിന്നെ ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ ആണ് കേട്ടോ, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല. കുളിക്കുക, പിന്നെ അതുകൂടാതെ ഞാൻ ഷാമ്പു കണ്ടീഷണറിട്ട് കുളിച്ചു. പിന്നെ ഒരു സെറ്റ് വെറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഓക്കെ, 1 ലെയർ ആയിട്ടാണ് സാരി ഇടുന്നത്. ഓക്കെ ഓക്കെ, കൊള്ളാം. അത്ര ഉള്ളൂ. മേക്കപ്പും മുടിയും സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലിപ്പും വെച്ച് ഓക്കെ. അപ്പം മാല ഇടണില്ലെന്ന് തീരുമാനിച്ച്, കുഴപ്പമില്ല.
ബോട്ട് നെക്കല്ലേ, അതാരും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ടെ. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയല്ലോ. ഓക്കെ, ബൈ.